നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അന്തരിച്ച MLA വാഴൂർ സോമന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തൊടുപുഴ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫിന് വോട്ട് അഭ്യർത്ഥിച്ച് മറിയം ഉമ്മൻ കരിമണ്ണൂരിൽ എത്തി. തൊടുപുഴ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴികാടൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഉടുമ്പന്നൂർ, കരിമണ്ണൂർ പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോണിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം രണ്ടാം ദിവസം നേര്യമംഗലം ഇഞ്ചത്തൊട്ടിയിൽ നിന്നും ആരംഭിച്ചു. അരനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി ലീന മോട്ടോർ സർവീസ്. ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങളെ എറണാകുളവുമായി ബന്ധിപ്പിച്ച കണ്ണിയാണ് LMS. വാർത്തകൾ വിശദമായി. അന്തരിച്ച MLA വാഴൂർ സോമന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വണ്ടിപ്പെരിയാറിൽ എത്തിയതായിരുന്നു അദ്ദേഹം. വാഴൂരിന്റെ മരണസമയത്ത് എത്താൻ സാധിച്ചില്ലെന്നും അതിനുശേഷം ആദ്യമായാണ് വണ്ടിപ്പെരിയാറിൽ എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അന്തരിച്ച MLA വാഴൂർ സോമന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വണ്ടിപ്പെരിയാറിൽ എത്തിയതായിരുന്നു രമേശ് ചെന്നിത്തല. വാഴൂരിന്റെ മരണശേഷം ആദ്യമായാണ് വണ്ടിപ്പെരിയാറിൽ എത്തിയതെന്നും മരണസമയത്ത് വരാൻ സാധിച്ചില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഉദ്ഘാടന പ്രസംഗത്തിലും ചെന്നിത്തല വാഴൂരിനെ അനുസ്മരിച്ചു. തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച നേതാവാണ് വാഴൂർ സോമനെന്ന് യോഗത്തിൽ ചെന്നിത്തല അനുസ്മരിച്ചു. തുടർന്ന് EM അഗസ്തി, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവരോടൊപ്പമാണ് വാഴൂർ സോമന്റെ വീട്ടിലെത്തിയത്. വാഴൂർ സോമന്റെ ഭാര്യ ബിന്ദു സോമൻ, ഭാര്യ മാതാവ് വത്സമ്മ പത്മനാഭൻ, മൂത്ത മകൻ സോബിന്റെ ഭാര്യ പൂജിത, കൊച്ചുമകൾ ഇതൾ, ഇളയ മകൻ സോബിത് സോമൻ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫിന് വോട്ട് അഭ്യർത്ഥിച്ച് മറിയം ഉമ്മൻ തൊടുപുഴ കരിമണ്ണൂരിലെത്തി. കരിമണ്ണൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചു. പിന്നീട് പള്ളിക്കാമറി കോൺവെന്റിൽ എത്തി വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ഇരുവരും ഭക്തിഗാനവും ആലപിച്ചു. ജീവിതമാം സീനായ് മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ. മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനെ, മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനെ, മനസ്സിലെ മരുവിലും സമാധാന കൂടാരവുമായി പാറയിൽ വെള്ളമാ എൻ്റെ ദാഹം തീർക്കണമേ. എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാം സീനായ് മാമലയിൽ
പ്രതിച്ഛായ മികച്ച സിനിമയാണെന്ന് ചാണ്ടി ഉമ്മൻ MLA. സിനിമയാണെങ്കിലും അല്ലെങ്കിലും അപ്പ ഈസ് മൈ ഹീറോ എന്നായിരുന്നു പ്രതിച്ഛായ കണ്ടിറങ്ങിയ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. രാഷ്ട്രീയ സംഭവങ്ങൾ പരാമർശിക്കുന്നുണ്ടെങ്കിലും അത് ഫിക്ഷനായി കാണാനാണ് താൻ ആഗ്രഹിക്കുന്നത്. സിനിമയ്ക്ക് നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. നല്ലൊരു ശ്രമവും ഈ ചിത്രത്തിന് പിന്നിലുണ്ട്. ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രകടനവും മികച്ചതാണെന്നും അദ്ദേഹം കറുകച്ചാലിൽ പറഞ്ഞു. നിവിൻ പോളി, ബാലചന്ദ്ര മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഉണ്ണികൃഷ്ണൻ B എഴുതിയ സംവിധാനം ചെയ്യുന്ന പ്രതിച്ഛായ എന്ന സിനിമ കണ്ടതിന് ശേഷമാണ് ചാണ്ടി ഉമ്മൻ ഈ പ്രതികരണം നടത്തിയത്. നല്ല മികച്ച ഒരു പടം തന്നെയാണ്. പൊളിറ്റിക്കൽ സംഭവങ്ങൾ പരാമർശിക്കുന്നുണ്ടെങ്കിലും, അതായത് നമ്മുടെ നാട്ടിൽ നടന്ന ചില സംഭവങ്ങൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഫിലിമി ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ പോലും ഇറ്റ്സ് എ വർക്ക് ഓഫ് ഫിക്ഷൻ. സോ അതിനെ അങ്ങനെ തന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് ഒത്തിരി, കാരണം അത് ഫിക്ഷണലായിട്ട് തന്നെ ആണ് സ്റ്റോറി. പക്ഷേ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു എന്താ പറയുക ഒറിജിനാലിറ്റി ഫിലിമിനുണ്ട്. നല്ല ഒരു എന്താ പറയുക നല്ലൊരു എഫേർട്ട് ഇതിനകത്ത് പോയിട്ടുണ്ട്. ബെസ്റ്റ് വിഷസ് ടു ദ ഡയറക്ടർ ആൻഡ് ടീം. ആൻഡ് ഫിലിം ആണെങ്കിലും അല്ലെങ്കിലും അപ്പ ഈസ് മൈ ഹീറോ. വളരെ 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 നല്ല തീർച്ചയായിട്ടും. തൊടുപുഴ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴികാടൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഉടുമ്പന്നൂർ, കരിമണ്ണൂർ പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. ഉപ്പുകുന്നിൽ നിന്നുമാണ് ആരംഭിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാനി, പെരിങ്ങാശ്ശേരി, മലയിഞ്ചി, ആൾക്കല്ല്, ചീനിക്കുഴി, പരിയാരം, കോട്ടക്കവല, അമയപ്ര, ചാക്കപ്പൻ കവല, തൊമ്മൻകുത്ത്, നെയ്ശ്ശേരി കവല, പന്നൂർ, കുറുമ്പാലമറ്റം തുടങ്ങിയ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം കരിമണ്ണൂർ ടൗണിൽ സമാപിച്ചു. നിരവധി പ്രദേശങ്ങളിൽ സ്വീകരണവും നൽകി. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോണിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം രണ്ടാം ദിവസം നേര്യമംഗലം ഇഞ്ചത്തൊട്ടിയിൽ നിന്നും ആരംഭിച്ചു. CPI താലൂക്ക് സെക്രട്ടറി PT ബെന്നി ഉദ്ഘാടനം ചെയ്തു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി മോഹനൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോണിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം രണ്ടാം ദിവസം നേര്യമംഗലം ഇഞ്ചത്തൊട്ടിയിൽ നിന്നും ആരംഭിച്ചു. ഇഞ്ചത്തൊട്ടിയിൽ നടന്ന പര്യടന പരിപാടിയുടെ ഉദ്ഘാടനം CPI താലൂക്ക് സെക്രട്ടറി PT ബെന്നി നിർവഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറിമാരായ AA അൻഷാദ്, KA ജോയ്, കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം റോണി മാത്യു, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, കേരള കോൺഗ്രസ് സ്കറിയ വിഭാഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി പീച്ചക്കര, സിന്ധു അനിൽ എന്നിവർ പ്രസംഗിച്ചു. കവളങ്ങാട് പഞ്ചായത്തിലെ നേര്യമംഗലം, നീണ്ടപാറ, ആവോലിച്ചാൽ, തലക്കോട്, ഊന്നുകൽ, കവളങ്ങാട്, നെല്ലിമറ്റം, പല്ലാരിമംഗലം പഞ്ചായത്തിലെ വാളാച്ചിറ, മണിക്കിണർ, പൈമറ്റം, കൂറ്റംവേലി, പല്ലാരിമംഗലം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അടിവാട് സമാപിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളായ CK ഹരികൃഷ്ണൻ, KE ജോയ്, അനസ് PA, PM ശിവൻ, റോണി മാത്യു, മനോജ് ഗോപി, ആദർശ് കുര്യാക്കോസ്, സിറിൽ ദാസ്, ജിജി പുളിക്കൽ, AB ശിവൻ, MS അലിയാർ, വിനോദ് KM, KS ഔസേഫ്, അബ്ദുൾ സലാം, ഷിബു പടംപറമ്പത്ത്, MM ബക്കർ, TH നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നേര്യമംഗലത്ത് ചെക്ക് ഡാം ശുചീകരണവുമായി കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് NSS യൂണിറ്റ്. പ്രകൃതി സംരക്ഷണവും വേനൽക്കാലത്ത് വന്യജീവികൾക്ക് ജീവജലം ലഭ്യമാക്കുക
തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിലാണ് NSS വോളണ്ടിയർമാർ ചെക്ക് ഡാം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പഞ്ചായത്ത് വാർഡ് അംഗം റോമി ബിനോയ് ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെക്ക് ഡാം ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണവും ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും ലക്ഷ്യമാക്കി നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിലാണ് NSS വോളണ്ടിയർമാർ ചെക്ക് ഡാം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചെക്ക് ഡാമും പരിസര പ്രദേശങ്ങളിലും ശുചിത്വം ഉറപ്പാക്കുന്നതിനായി മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും മണ്ണും ചെളിയും മാറ്റി ജലപ്രവാഹം സുഗമമാക്കുന്നതിനുള്ള നടപടികളും കൈക്കൊണ്ടു. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി വേനൽക്കാലത്ത് ജലക്ഷാമം അനുഭവിക്കുന്ന വന്യജീവികൾക്കും മറ്റു മൃഗങ്ങൾക്കും വെള്ളം ലഭ്യമാകുന്നതിന് ഇത് സഹായകമാകും. ഇഞ്ചത്തോട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ B. പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു. കോളേജ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് പ്രസിഡന്റ് റവറന്റ് ഫാദർ ജോസ് പരുത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KF ഷഹനാസ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വാർഡ് അംഗം റോമി ബിനോയ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ സുനിൽ ജോസഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് T. മൂലയിൽ, ഇഞ്ചത്തോട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഹൗസ് ഓഫീസർ G. സന്തോഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ലിജോ T. ജോർജ് നന്ദി പറഞ്ഞു. വിദ്യ VV, അനിത വർഗീസ്, മോഹനൻ S. എന്നിവർ പങ്കെടുത്തു. പരിപാടിയിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കാൻ സാധിച്ചു. സമൂഹത്തിനും പ്രകൃതിക്കും ഉപകാരപ്രദമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ NSS യൂണിറ്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ നിയോജക മണ്ഡലം AAP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബേസിൽ ജോണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുള്ളരിങ്ങാട്, വെള്ളക്കയം മേഖലകളിൽ നടന്നു. നിരവധി പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പ്രദേശത്തെത്തിയ ബേസിൽ ജോൺ പൊതുജനങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. അരനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി ലീന മോട്ടോർ സർവീസ്. ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങളെ എറണാകുളവുമായി ബന്ധിപ്പിച്ച കണ്ണിയാണ് LMS. 50-ാം വർഷത്തിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് മാർച്ച് 29-ന് തൊടുപുഴ വ്യാപാരി വ്യവസായ അസോസിയേഷൻ ഹാളിൽ വെച്ച് ലീന കുടുംബ സംഗമവും ആഘോഷങ്ങളും സംഘടിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. LMS ലീന മോട്ടോർ സർവീസ് ഇടുക്കി ജില്ലയിലെ പൂമാല എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും എറണാകുളം എന്ന കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനത്തേക്ക് ദിനവും കുതിക്കുന്ന ബസ് സർവീസ്. 1976-ൽ KC ജോസഫ്, NM ജോർജ് എന്നിവർ ചേർന്നാണ് ബസ് സർവീസ് ആരംഭിക്കുന്നത്. പാലാ തൊടുപുഴ റൂട്ടിലായിരുന്നു തുടക്കം. സീത എന്നായിരുന്നു ആദ്യ ബസിന്റെ പേര്. പിന്നീട് നടുവട്ടം മൂവാറ്റുപുഴ, തൊടുപുഴ മട്ടാഞ്ചേരി, ഊന്നുകല്ല് തൊടുപുഴ, മേലുകാവ് മൂവാറ്റുപുഴ എറണാകുളം, എരുമേലി എറണാകുളം, ഈരാറ്റുപേട്ട തൊടുപുഴ തുടങ്ങിയ പെർമിറ്റുകൾ സ്വന്തമാക്കി സർവീസ് നടത്തിക്കൊണ്ടുപോന്നു. ആദ്യ ഫാസ്റ്റ് പാസഞ്ചർ പെർമിറ്റ് പൂമാല എറണാകുളം റൂട്ടിൽ സർവീസ് ആരംഭിച്ചു. ആദ്യകാലത്ത് എറണാകുളം സൗത്ത് വരെയായിരുന്നു സർവീസ്. തങ്ങളുടെ ഗ്രാമത്തിലേക്ക് കടന്നുവന്ന ആദ്യ ഫാസ്റ്റ് ബസ്സിനെ ആളുകൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. പിന്നീട് അങ്ങോട്ട് ലീനയുടെ സുവർണകാലമായിരുന്നു. യാത്രക്കാരുടെ സമയത്തിന്റെ വില കൃത്യമായി മനസ്സിലാക്കി സർവീസ് തുടങ്ങിയ ലീന യഥാർത്ഥത്തിൽ ഒരു ജനകീയ സർവീസ് തന്നെയായിരുന്നു. രാവിലെ 7 മണിയോടടുത്ത് പൂമാലയിൽ നിന്നും സർവീസ് തുടങ്ങി തൊടുപുഴ എത്തുമ്പോഴേക്കും പല സ്ഥാപനങ്ങളിലേക്കുള്ള ആളുകളും ഉദ്യോഗസ്ഥരുമായി ബസ് നിറയും. എറണാകുളത്തിനും പ്രാന്തപ്രദേശത്തിനുമുള്ള എല്ലാ യാത്രക്കാരെയും കൃത്യസമയത്ത് എത്തിച്ചേർന്ന ലീനയിൽ ആളുകൾ കാത്തുനിന്ന് കയറുമായിരുന്നു. ഈ കാലയളവിൽ തന്നെ ലീന ഗ്രൂപ്പ് മറ്റു റൂട്ടുകളിലും സാന്നിധ്യം അറിയിച്ചു. അങ്ങനെ നിരവധി മലയോര ഗ്രാമങ്ങളെ എറണാകുളവുമായി ബന്ധിപ്പിച്ച് ലീന സർവീസ് തുടർന്നു. 1995-ൽ ജോസഫും ജോർജും ഷെയർ പിരിഞ്ഞ് ഇന്ന് കാണുന്ന ലീന എന്നീ വ്യത്യസ്ത ഓപ്പറേറ്റേഴ്സായി മാറി. ലീന എന്ന പേരിൽ എറണാകുളം റൂട്ടിൽ NM ജോർജ് സർവീസ് നടത്തി. ഏകദേശം 2000 കാലഘട്ടത്തിലാണ് ലീന എന്ന പേരിന് പകരം ലീന മോട്ടോർ സർവീസ് എന്നതിന്റെ ചുരുക്കപ്പേരായ LMS എന്ന പേര് വന്നത്. സമയാസമയങ്ങളിൽ ബസ്സുകൾ മാറ്റി പൂമാല റൂട്ടിൽ ലീന തന്റെ ജൈത്രയാത്ര തുടർന്നു. ഈ കാലയളവിൽ പുതുപുത്തൻ ബസ്സുകൾ മാറി വന്നു. 2015-ലെ സ്വകാര്യ ബസ്സുകളുടെ സൂപ്പർ ക്ലാസ് പദവി റദ്ദാക്കിയ കൂട്ടത്തിൽ ലീനയുടെ പൂമാല ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന്റെയും പെർമിറ്റ് നഷ്ടപ്പെട്ടു. എന്നാൽ ഇതിനെതിരെ കോടതിയിൽ നിന്നും അനുകൂല വിധിയുമായി ഫാസ്റ്റ് പാസഞ്ചർ പെർമിറ്റിൽ തന്നെ ബസ് വീണ്ടും സർവീസ് തുടർന്നു. എന്നാൽ 1 വർഷത്തിന് ശേഷം LMSന്റെ ഫാസ്റ്റ് പാസഞ്ചർ പെർമിറ്റ് പദവി നഷ്ടമായി. സൂപ്പർ ക്ലാസ് പ്രശ്നം മൂലം മധ്യ കേരളത്തിലെ പ്രമുഖരായ പല ഓപ്പറേറ്റർമാരും സർവീസ് നിർത്തിയ കൂട്ടത്തിൽ LMSന്റെ പല ബസ്സുകളും സർവീസ് നിർത്തുകയോ മറ്റു ഓപ്പറേറ്റർമാർക്ക് നൽകുകയോ ചെയ്തു. കൃത്യനിഷ്ഠത, സൗഹാർദ്ദപരമായ ഇടപെടലുകൾ, പുത്തൻ ബസ്സുകൾ ഇവയൊക്കെ ലീന മോട്ടോഴ്സ് മുഖമുദ്രകളാണെന്ന് സ്ഥിര യാത്രക്കാർ പറയുന്നു. ഞാൻ തൊടുപുഴയിൽ നിന്നും എറണാകുളത്തേക്ക് ഡെയിലി LMSലാണ് യാത്ര ചെയ്യുന്നത്, ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് LMSയിലുള്ള യാത്ര. ജീവനക്കാരുടെ പെരുമാറ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്യുന്നവരുടെ പെരുമാറ്റം ആയിക്കോട്ടെ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലാണ് ഡെയിലി ഓഫീസിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ യാത്ര ചെയ്യുന്ന ഓരോ ആൾക്കാരുടെയും സമയത്തിന്റെ വില കൃത്യമായി മനസ്സിലാക്കുകയും അത് പാലിക്കാൻ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ
അതിപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും യാത്രക്കാരെ അവരവരുടെ സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് LMS സർവീസിൻ്റെ മുഖമുദ്ര. അതവർ പരമാവധി ചെയ്യുന്നതുകൊണ്ട് ഈ 50 വർഷം ആഘോഷിക്കുന്ന LMSന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും. ബസ് സർവീസ് മേഖലയിൽ വിജയകരമായി 50 വർഷം പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് ലീന മോട്ടോഴ്സ് മാനേജ്മെന്റ്. ഈ അവസരത്തിൽ മാർച്ച് 29-ന് തൊടുപുഴ വ്യാപാരി വ്യവസായി അസോസിയേഷൻ ഹാളിൽ വെച്ച് ലീന കുടുംബ സംഗമവും ആഘോഷങ്ങളും നടക്കുകയാണ്. ലീന ബസ്സുകളിൽ സ്റ്റാഫായി പ്രവർത്തിച്ച എല്ലാവരെയും ഈ കുടുംബ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിശ്വാസത്തിന്റെ ഉജ്ജ്വല സാക്ഷിയായി ഇടുക്കി രൂപത കുരിശുമല തീർത്ഥാടനം നടന്നു. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വ്യാഴാഴ്ച 5 മണിക്ക് വാഴത്തോപ്പിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനം രാത്രി 11 മണിക്ക് തങ്കമണിയിൽ അവസാനിച്ചു. തുടർന്ന് രാവിലെ 4-ന് തങ്കമണിയിൽ നിന്നും ആരംഭിച്ച കാൽനട തീർത്ഥാടനം 7:30-ന് വെട്ടിക്കാമറ്റത്ത് എത്തിച്ചേർന്നു. 35 കിലോമീറ്ററാണ് മെത്രാൻ വിശ്വാസികളോടൊപ്പം കാൽനടയായി യാത്ര ചെയ്തത്. തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് എഴുകുംവയലിൽ ഒരുക്കിയിരുന്നത്. ഹൈറേഞ്ചിലെ പ്രധാന കുരിശുമല തീർത്ഥാടന കേന്ദ്രമായ എഴുകുമയിൽ കുരിശുമലയിലേക്ക് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വ്യാഴാഴ്ച 5 മണിക്ക് വാഴത്തോപ്പിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനം രാത്രി 11 മണിക്ക് തങ്കമണിയിൽ അവസാനിച്ചു. തുടർന്ന് രാവിലെ 4-ന് തങ്കമണിയിൽ നിന്നും ആരംഭിച്ച കാൽനട തീർത്ഥാടനം 7:30-ന് വെട്ടിക്കാമറ്റത്ത് എത്തിച്ചേർന്നു. 35 കിലോമീറ്ററാണ് മെത്രാൻ വിശ്വാസികളോടൊപ്പം കാൽനടയായി യാത്ര ചെയ്തത്. വെള്ളയാംകുടി, തോപ്രാംകുടി, നെടുങ്കണ്ടം, രാജകുമാരി എന്നീ സ്ഥലങ്ങളിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനങ്ങൾ രാവിലെ 7:30-ന് വെട്ടിക്കാമറ്റം കവലയിൽ എത്തിച്ചേർന്നു. 100 കണക്കിന് വിശ്വാസികളാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും തീർത്ഥാടനത്തിന്റെ ഭാഗമായത്. വെട്ടിക്കാമറ്റത്ത് നിന്നും ആരംഭിച്ച സംയുക്ത തീർത്ഥാടനം 8 മണിക്ക് മലയടിവാരത്തിൽ എത്തിച്ചേർന്നു. ഇടുക്കി രൂപത വികാരിയും ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കരുവേലിക്കൽ, മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ്, ഫാദർ ജോസഫ് തച്ചുകുന്നേൽ, ഫാദർ ഫിലിപ്പ് ഐക്കര എന്നിവർ വിശുദ്ധ കുർബാനയ്ക്ക് സഹകാർമ്മികരായി. മല കയറിയെത്തിയ മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു. ഉച്ചകഴിഞ്ഞും രാത്രിയിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് കുരിശുമലയിൽ എത്തി പ്രാർത്ഥിച്ചത്. തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് എഴുകുമയിലിൽ ഒരുക്കിയിരുന്നത്. വലിയ നോമ്പിൽ എഴുകുമയിൽ കുരിശുമല സന്ദർശിച്ച് ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. നോമ്പുകാലം തീരുന്നതുവരെയും തീർത്ഥാടകർക്ക് മല കയറുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. മോൺസിഞ്ഞോർ ജോസ് കരുവേലിക്കൽ, ഫാദർ തോമസ് പഞ്ഞിക്കുന്നേൽ, ഫാദർ മാർട്ടിൻ പൊൻപനാൽ, ഫാദർ ജിൻസ് കാരിക്കാട്ട്, ഫാദർ ജോസഫ് ചൊനയമാക്കൽ എന്നിവർ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി. ദൈവം വരനിര ചൊരിയട്ടെ, കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 6 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ നെയ്ശ്ശേരി തൂക്കുമ്പൽ റോഡിന്റെ നാരങ്ങാന ഭാഗത്തെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായി. തൊമ്മങ്കുത്ത് മണിയൻ സിറ്റിയിൽ നിന്ന് നാരങ്ങാനം വരെയുള്ള ഭാഗമാണ് ടാറിംഗ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത്. ഇത് പൂർത്തീകരിച്ചതോടെ തൊമ്മങ്കുത്ത് വഴി വാഹനങ്ങൾക്ക് ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ മുണ്ടൻമുടി അച്ചൻകവലയിൽ എത്താം. 2ാം ഘട്ട ടാറിംഗ് ഒരാഴ്ചയ്ക്ക് ശേഷം നടക്കും. ഇതോടെ നെയ്ശ്ശേരി തോക്കുമ്പൽ റോഡിന്റെ മുഴുവൻ ഭാഗവും ടാറിംഗ് പൂർത്തിയാകും. 27.7 കിലോമീറ്ററാണ് ആകെ ദൂരം. കരിമണ്ണൂരിൽ നിന്ന് തുടങ്ങിയ പട്ടയക്കുടിയിൽ അവസാനിക്കുന്നതാണ് റോഡ്. കരിമണ്ണൂർ വണ്ണപ്പുറം പഞ്ചായത്തിലെ ഗ്രാമീണ മേഖലകളിൽ കൂടിയാണ്
റോഡ് കടന്നു പോകുന്നത്. തൊമ്മൻകുത്ത് മണിയാറൻ സിറ്റിയിൽ നിന്നും നാരങ്ങാനം വരെയുള്ള ഭാഗമാണ് ടാറിംഗ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത്. തൊടുപുഴയിൽ നിന്നും ഹൈറേഞ്ചിലേക്കുള്ള വാഹനങ്ങൾക്ക് വണ്ണപ്പുറത്തെത്താതെ കരിമണ്ണൂർ തൊമ്മൻകുത്ത് നാരങ്ങാനം വഴി അച്ചൻകവലയിൽ എത്താൻ കഴിയുമെന്ന സാഹചര്യം തെളിഞ്ഞു. പൂർണ്ണമായും ജനവാസ മേഖലയിൽ കൂടി കടന്നു പോകുന്നതാണ് റോഡ്. തൊമ്മൻകുത്ത് മണിയൻ സിറ്റി മുതൽ അച്ചൻകവല വരെയുള്ള 3.25 കിലോമീറ്റർ ഭാഗത്ത് മാത്രമാണ് അല്പം കയറ്റമുള്ളത്. വണ്ണപ്പുറം വഴി പോകുന്നതിനേക്കാളും 3 കിലോമീറ്റർ ദൂരം കുറവുമാണ്. BMBC നിലവാരത്തിൽ പണിതിരിക്കുന്നതിനാൽ നല്ല യാത്രാ സുഖവും ഉണ്ടാവും. ആനച്ചാടിക്കുത്ത് വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ മുകൾ ഭാഗം വരെ ബസ് ഉൾപ്പെടെ എല്ലാ വാഹനങ്ങൾക്കും എത്താൻ കഴിയും. 2ാം ഘട്ട ടാറിംഗ് ഒരാഴ്ചയ്ക്ക് ശേഷം നടക്കും. ഇതോടെ നെയ്ശ്ശേരി തോക്കുമൻ റോഡിന്റെ മുഴുവൻ ഭാഗവും ടാറിംഗ് പൂർത്തിയാകും. 27.7 കിലോമീറ്ററാണ് ആകെ ദൂരം. കരിമണ്ണൂരിൽ നിന്ന് തുടങ്ങി പട്ടേക്കുടിയിൽ അവസാനിക്കുന്നതാണ് റോഡ്. തൊമ്മൻകുത്ത് കണ്ണാടിപ്പുഴയ്ക്ക് കുറുകെ ചപ്പാത്തിന് പകരം പാലവും 40 ഏക്കർ ശാന്തിക്കാട് ദേവീക്ഷേത്രത്തിന് അടുത്തുള്ള കലിങ്കുമാണ് ഇനി പണിയാനുള്ളത്. തൊമ്മൻകുത്ത് നാരങ്ങാനം വഴി തൊടുപുഴയിൽ നിന്നും ഹൈറേഞ്ചിലേക്ക് ബസ് സർവീസ് തുടങ്ങാനുള്ള നടപടികളാണ് വേണ്ടത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റോയി കെ പൗലോസിനെ KPCC വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തപ്പോൾ വച്ച ഫ്ലക്സ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. നെടിയശാലയിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത് സ്ഥാപിച്ചത്. ഇടുക്കി DCC പ്രസിഡന്റായിരുന്ന കാലത്ത് റോയി കെ പൗലോസ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്ന് ജനങ്ങൾ പറയുന്നു. തൊടുപുഴയ്ക്കടുത്ത നെടിയശാല ടൗണിൽ സ്ഥാപിച്ചിരിക്കുന്ന റോയി കെ പൗലോസിന്റെ ഫ്ലക്സിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: ഇടുക്കിക്കായി കാലം കരുതിവെച്ച അമൂല്യ വ്യക്തിത്വം, സമാനതകളില്ലാത്ത ആർജവം, കയറിയ പടവുകളിലെല്ലാം നന്മയുടെ പൂക്കൾ വിരിച്ച റോയി കെ പൗലോസിന് അഭിനന്ദനങ്ങൾ. നെടിയശാലയിലെ കോൺഗ്രസ് പ്രവർത്തകരാണിത് സ്ഥാപിച്ചത്. ഇടുക്കി DCC പ്രസിഡന്റായിരുന്ന കാലത്ത് റോയി കെ പൗലോസ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്നും ശ്രദ്ധേയമാണെന്ന് സാജൻ നെടിയശാല പറഞ്ഞു. ഇടുക്കി DCC പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ റോയിച്ചേട്ടൻ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ റോയിച്ചേട്ടൻ വിജയിച്ചത്. ഇടുക്കി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ UDF എടുത്ത തീരുമാനത്തിൽ നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ ജനഹൃദയങ്ങളിൽ റോയി കെ പൗലോസ് എന്നും ഉണ്ടാകുമെന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇന്ന് കൊഴുക്കൊട്ട ശനി അഥവാ ലാസറിന്റെ ശനിയാഴ്ച. ക്രൈസ്തവർ വലിയ നോമ്പിന്റെ 41ാം ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. നോമ്പിന്റെ തീഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വീടുന്നതിനാണ് കൊഴുക്കൊട്ട ഉണ്ടാക്കുന്നത്. കൊഴു എന്നാൽ മഴു എന്നാണ് അർത്ഥം. കൊഴു ഭൂമിയെ പിളർന്ന് ചിതറിക്കുന്നത് പോലെ നോമ്പിനെ മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് കൊഴുക്കൊട്ട എന്ന ഈ പലഹാരത്തിന് പേരുണ്ടായത്. ഇന്ന് കൊഴുക്കട്ട ശനി അഥവാ ലാസറിന്റെ ശനിയാഴ്ച. ക്രൈസ്തവർ വലിയ നോമ്പിന്റെ 41ാം ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. 50 നോമ്പിന്റെ ആദ്യ 40 ദിവസം കർത്താവ് നോമ്പ് നോറ്റതിന്റെയും പിന്നീടുള്ള 10 ദിവസം കർത്താവിന്റെ കഷ്ടാനുഭവത്തെയും ഓർത്ത് ക്രിസ്ത്യാനികൾ നോമ്പ് നോക്കുന്നു. കർത്താവ് 40 ദിവസം നോമ്പ് നോറ്റ് വീടിയതുപോലെ പുരാതന ക്രൈസ്തവരും 40 ദിവസം നോമ്പ് നോറ്റ് വീടുന്നു. എന്നാൽ പിന്നീടുള്ള 10 ദിവസം കർത്താവിന്റെ കഷ്ടാനുഭവത്തെയും ഓർത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതുകൊണ്ട് അതുവരെ അനുഷ്ഠിച്ചു വന്ന നോമ്പിന്റെ തീഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വീടുന്നതിനാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. കൊഴു എന്നാൽ മഴു എന്നർത്ഥം. കൊഴു ഭൂമിയെ പിളർന്ന് ചിതറിക്കുന്നത് പോലെ നോമ്പിനെ മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് കൊഴുക്കട്ട എന്ന ഈ പലഹാരത്തിന് പേരുണ്ടായത്. കൊഴുക്കട്ട തയ്യാറാക്കുന്നതിന്റെ ചരിത്രത്തെക്കുറിച്ച് പല കാലങ്ങളിലായുള്ള വിശ്വാസമാണ് ബഥാനിയയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ ക്രിസ്തു ലാസറിന്റെ ഭവനത്തിലെത്തിയെന്നും ലാസറിന്റെ സഹോദരിമാർ തിടുക്കത്തിൽ മാവ് കുഴിച്ചുണ്ടാക്കി യേശുവിന് നൽകിയ ഭക്ഷണമായിരുന്നു കൊഴുക്കട്ടയെന്നും കരുതപ്പെടുന്നു. പീഡാനുഭവ ചരിത്രത്തിൽ ക്രിസ്തുവിനെ കല്ലെറിയുന്ന സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് കൊഴുക്കട്ടയെന്നും പ്രചാരമുണ്ട്. ക്രിസ്തുവിനെ തൈലാഭിഷേകം നടത്താൻ ഭക്തസ്ത്രീകൾ കരുതിവെച്ച സുഗന്ധദ്രവ്യങ്ങൾ അടക്കം ചെയ്ത പാത്രത്തെ സൂചിപ്പിക്കുന്നതാണ് മധുരം അകത്തു ചേർത്ത കൊഴുക്കട്ട എന്ന അഭിപ്രായവും ക്രൈസ്തവർക്കിടയിലുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച MLA വാഴൂർ സോമന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തൊടുപുഴ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫിന് വോട്ട് അഭ്യർത്ഥിച്ച് മറിയം ഉമ്മൻ കരിമണ്ണൂരിൽ എത്തി. തൊടുപുഴ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴികാടൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഉടുമ്പന്നൂർ, കരിമണ്ണൂർ പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോണിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം 2ാം ദിവസം നേര്യമംഗലം ഇഞ്ചത്തൊട്ടിയിൽ നിന്നും ആരംഭിച്ചു. അരനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി ലീന മോട്ടോർ സർവീസ്
ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങളെ എറണാകുളവുമായി ബന്ധിപ്പിച്ച കണ്ണിയാണ് LMS. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.